ആരാധനയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന തിരികൾ കത്തിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് വരവേൽക്കുവാൻ വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന പൂക്കള് ഈശോ നമ്മുടെ മധ്യത്തിലൂടെ എഴുന്നള്ളി വരുമ്പോൾ പുഷ്പാർച്ചന നടത്തി നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. നമ്മുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ ശിരസ് നമിച്ച് നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് പുഷ്പാർച്ചനയോടുകൂടി ആരാധനയോടുകൂടി നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. ഈശോ ഈ ആലയത്തിലൂടെ കടന്നു വരുമ്പോൾ ഈശോയുടെ അരികിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മധ്യത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വലിയ ആരാധനയോടെ ഭക്തിയോടെ ഭയഭക്തി ബഹുമാനത്തോടെ നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. ഗാനമാലപിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേൽക്കാം.
ദിവ്യകാരുണ്യീശോയെ നമുക്ക് കണ്ണുകൾ തുറന്ന് നോക്കാം. ഈശോ ഇപ്പോൾ സത്യമായും നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനാണ്. ഈശോയാണ് നമ്മോട് പറയുന്നത്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, നിന്നോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ നിനക്ക് നൽകുകയും ചെയ്യും. ഈശോ എനിക്ക് വാങ്ങിത്തന്ന വലിയ സ്നേഹത്തിന്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈശോ ഇപ്പോൾ എന്നെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു. ഈശോ ഇപ്പോൾ എൻ്റെ ഹൃദയം കാണുന്നു. ഈശോ ഇപ്പോൾ എൻ്റെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയായി കേൾക്കുന്നു. ഈശോ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാനായി കരം നീട്ടുന്നു. ഈശോ ഒരുപക്ഷെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വാങ്ങിത്തന്ന സഹായകനെ യഥാർത്ഥത്തിൽ നീ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നിന്നെ ശുശ്രൂഷിക്കാൻ, നിന്നെ സഹായിക്കാൻ ഞാൻ നൽകിയ പരിശുദ്ധാത്മാവ് നിന്നിൽ ഉജ്ജ്വലിക്കുന്നുണ്ടോ? മകനെ, മകളെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ വീണ്ടും ഇതാ ഞാൻ നിന്നെ സന്ദർശിക്കുന്നു. ഞാൻ നിനക്ക് വാങ്ങിത്തന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്നിൽ ഉജ്ജ്വലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ അത്ഭുതം സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ മുൻപിൽ വിശ്വാസത്തോടെ നമുക്ക് കരമുയർത്താം. അത്ഭുതകരമായ ഈ നിമിഷങ്ങളിൽ സത്യദൈവത്തെ ആരാധിക്കുന്നതിനായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ഉയരട്ടെ, എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ മനസ്സുകളും ഉണരട്ടെ. നിന്നിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ ആധാരം തുറന്ന് യേശുവിനെ സ്തുതിക്കട്ടെ. യേശു കർത്താവാണ് നേറ്റു പറയാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും സാധ്യമല്ലെന്ന ദൈവവചനം ഇപ്പോൾ നിന്നോട് പറയുന്നു. യേശു കർത്താവാണെന്ന് ദൈവാത്മാവിന്റെ ശക്തിയിൽ നീ ഏറ്റു പറയുക. അതരം കൊണ്ട് ഏറ്റു പറയുക. നിന്റെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ഈ വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ ആഗ്രഹിച്ചുകൊണ്ട്, യേശുവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയിൽ രാത്രിയുടെ ഈ യാമത്തിൽ ഞങ്ങളിൽ സംഭവിക്കാൻ ആത്മാവിന്റെ നിറവോടെ വിളിക്കുന്നു. അത്ഭുതകരമായ അനുഭവങ്ങൾക്ക് വേണ്ടി കർത്താവേ ഹൃദയം തുറക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ശക്തി അയക്കണമേ. അത്ഭുതകരമായി ഈ സമൂഹത്തിലേക്ക്, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഈശോയെ ഇപ്പോൾ ലോകത്തിൽ ഏതെല്ലാം ഇടങ്ങളിൽ ഇരുന്ന് അങ്ങയെ വിശ്വാസത്തോടെ വിളിക്കുന്നുവോ ആ മക്കളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകവും വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് വിശ്വാസത്തോടെ, സന്തോഷത്തോടെ കർത്താവിനെ പാടി സ്തുതിക്കുക. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. കരങ്ങളടിച്ച് ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ.
പിടിച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുചൊല്ലുക. ഈ സമയം ദൈവത്തിന്റെ അത്ഭുത ശക്തി ലോകം മുഴുവനിലേക്കും ഈ ദിവ്യകാരുണ്യ കേന്ദ്രത്തിൽ നിന്ന്, ഈ തിരുവോസ്തിയിൽ നിന്ന്, ഈശോയിൽ നിന്ന് വ്യാപരിക്കട്ടെ. നമുക്ക് ചൊല്ലാം. ദിവ്യകാരുണ്യ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങ് നൽകിയ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, പിതാവിൽ നിന്ന് അങ്ങ് വാങ്ങിത്തന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവ് എന്നിൽ നിർവീര്യമാകാൻ അനുവദിക്കരുതേ. യേശുവേ, യേശുവേ, എന്റെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് സഹായം തേടാതെ ലോകത്തിലേക്ക് ആശ്വാസം തേടി ഞാൻ പോയ വഴികളോർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഈശോയെ, പരിശുദ്ധാത്മാവിനെ എന്നിൽ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ എന്നിൽ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ എന്നിൽ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ സഹായകനെ, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണമേ. ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവന്റെ ആത്മാവേ, ജീവന്റെ ആത്മാവേ, മൃതമായ എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ. നവീകരിക്കണമേ. നവീകരിക്കണമേ. മരവിച്ചു പോയ എന്റെ മനസ്സിനെ ഉണർത്തണമേ. ഉണർത്തണമേ. രോഗബാധിതമായ എന്റെ ശരീരത്തിന് ജീവൻ നൽകണമേ. സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിത്യസത്യങ്ങളെ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവാണ് ഏകരക്ഷകനെന്ന് ഏറ്റുപറയുന്നതിന് എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എനിക്ക് ബോധ്യം നൽകണമേ. എനിക്ക് ബോധ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എന്നെ വഴി നടത്തണമേ. എന്നെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. എന്റെ ഹൃദയം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവേ, എന്നിൽ വസിച്ചുകൊണ്ട് എനിക്ക് പുതുജീവൻ നൽകണമേ, പുതുജീവൻ നൽകണമേ, ശക്തി നൽകണമേ, ശക്തി നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, 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 എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ബലഹീനതയിൽ ശക്തി പകരണമേ, ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, എന്റെ അടിമത്വങ്ങളിലേക്ക് ഈ നിമിഷത്തിൽ കടന്നു വരണമേ, കടന്നു വരണമേ. ബന്ധനങ്ങൾ തകർക്കണമേ, അടിച്ചമർത്തപ്പെട്ട അവസ്ഥകളിൽ നിന്ന് മോചനം നൽകണമേ. സകല അടിമത്തങ്ങള് എന്നെ വിട്ടു പോകട്ടെ. പരിശുദ്ധാത്മാവേ, എനിക്ക് സ്വാതന്ത്ര്യം നൽകണമേ, എനിക്ക് വിമോചനം നൽകണമേ, എനിക്ക് വിടുതൽ നൽകണമേ. പരിശുദ്ധാത്മാവേ, കൃപാവരങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഭാഷാവരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. വ്യാഖ്യാന വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പ്രവചന വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. വിശ്വാസ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. രോഗശാന്തി വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളുടെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. വിവേചനത്തിന്റെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. വിവേചനത്തിന്റെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അറിവിന്റെ വചനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉണങ്ങി വരണ്ട എന്റെ ജീവിതത്തെ ഫലഭൂയിഷ്ടമാക്കണമേ. അങ്ങയുടെ ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട്, ക്ഷമ കൊണ്ട്, നന്മ കൊണ്ട്, ദയ കൊണ്ട്, ആത്മസംയമനം കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, സൗമ്യത കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പുത്തൻ അഭിഷേകം നൽകണമേ, പുത്തൻ അഭിഷേകം നൽകണമേ, പുത്തൻ അഭിഷേകം നൽകണമേ. കരമുയർത്തി സ്തുതിക്കട്ടെ. ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവത്തിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശ്വസിച്ച് ഞങ്ങൾ വിളിക്കുന്നു. ഉണർത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ കൊടുങ്കാറ്റായി ഈ സമൂഹത്തിലേക്ക് വരണമേ, ലോകം മുഴുവനിലേക്കും വരണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിജ്വാലകളായി ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി പരിശുദ്ധാത്മാവേ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 എന്റെ പരിശുദ്ധാത്മാവേ, 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 എന്റെ പരിശുദ്ധാത്മാവേ. വചനത്തിൻ അഗ്നിയിൽ എരിച്ചെന്നെ നീ ഈശോയിൽ ചേർക്കണേ. പരിശുദ്ധാത്മാവേ, വചനത്തിൻ അഗ്നിയിൽ എരിച്ചെന്നെ നീ ഈശോയിൽ ചേർക്കണേ. പരിശുദ്ധാത്മാവേ,
ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലേക്കും ലോകത്തിന്റെ അതിർത്തികളിലേക്ക് രാത്രിയുടെ ഈ യാമത്തിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ഈ സമയം യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിപ്പടരട്ടെ. കർത്താവായ യേശോയെ, അങ്ങ് നൽകിയ പൗരോഹിത്യ അധികാരത്തിൽ സഭയുടെ നാമത്തിൽ കർത്താവേ, ഈ യാമത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് നൽകിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമയം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. കർത്താവേ, ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. ഞങ്ങൾക്ക് പുത്തൻ അഭിഷേകം നൽകട്ടെ, ബോധ്യങ്ങൾ നൽകട്ടെ. നിരാശയിൽ കഴിയുന്ന മക്കളിലേക്ക് ഈ സമയം പരിശുദ്ധാത്മാവ് പ്രത്യാശ വർഷിക്കുന്നു. നിരാശയിൽ കഴിയുന്ന മക്കളിലേക്ക് ഈ സമയം പരിശുദ്ധാത്മാവ് പ്രത്യാശ വർഷിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് അരുൾ ചെയ്തവൻ നൽകിയ ആത്മാവ് അനേക മക്കൾക്ക് ഈ സമയം ആശ്വാസം നൽകുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ പ്രത്യാശ ആത്മഹത്യാ ചിന്തയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ജീവിതത്തിന്റെ മടുപ്പിൽ നിന്ന് അനേകരെ മോചിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏകാന്തതയിൽ, ഒറ്റപ്പെടലിൽ, ആരുമില്ല എന്ന ചിന്തയിൽ, ആത്മഹത്യയുടെ വേദനാജനകമായ അവസ്ഥകളിൽ എത്തി നിൽക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം അത്ഭുതകരമായി സ്പർശിക്കട്ടെ, ഉണർത്തട്ടെ. കർത്താവ്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നയിക്കട്ടെ. കർത്താവായ ഈശോയെ, രാത്രിയുടെ ഈ യാമത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഈ ദൈവമക്കളിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് നമ്പരത്തോടെ, കണ്ണുനീരോടെ അങ്ങയെ വിളിക്കുന്ന ദൈവമക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. വൈദ്യശാസ്ത്രം എഴുതി തള്ളിയ രോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ വേദനിക്കുന്ന മക്കൾ ഈ സമയം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി സൗഖ്യമായി കടന്നു ചെല്ലട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആത്മാവിന്റെ ശക്തിയാൽ ഈ സമയം ലോകം മുഴുവനിലും സംഭവിക്കട്ടെ. തളർന്നു കിടക്കുന്ന പാദങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. തളർന്നു കിടക്കുന്ന ശരീരങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ ഈ നിമിഷം അത്ഭുതകരമായി ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കട്ടെ. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അസ്ഥി സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശിരസ് സംബന്ധമായ രോഗങ്ങൾ, തലച്ചോറിലെ ട്യൂമർ പോലുള്ള രോഗങ്ങൾ ഈ നിമിഷത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മക്കളില്ലാതെ വേദനിച്ച ഈ സമയം പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഈ നിമിഷത്തിൽ അത്ഭുതകരമായി ആ ഉദരങ്ങളെ അനുഗ്രഹിച്ച് മക്കളെ നൽകണമേ, മക്കളെ നൽകണമേ. മക്കൾ വഴിതെറ്റിപ്പോയതിനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ തിരിച്ചു കൊടുക്കണമേ. കുടുംബ കലഹങ്ങളിൽ തകർന്ന് സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ഈ സമയം പ്രകാശമായി കടന്നു ചെല്ലണമേ. വിശ്വാസം നഷ്ടപ്പെട്ട് നിരാശയിൽ ജീവിക്കുന്ന, ഈശോയെ വിട്ടുപോയിരിക്കുന്ന, സഭ വിട്ടുപോയിരിക്കുന്ന സകല മക്കളിലേക്കും പരിശുദ്ധാത്മാവേ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്താൻ ഈ സമയം കടന്നു ചെല്ലണമേ, ഈ സമയം കടന്നു ചെല്ലണമേ. ജോലിയിലെ തകർച്ചകളെ പ്രതി ഈ സമയം വിളിച്ചപേക്ഷിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയിൽ കഴിയുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മ ശക്തി കടന്നു ചെല്ലട്ടെ. വിമോചനം പ്രാപിക്കട്ടെ. പുതുക്കി പണിയട്ടെ ആ ദാമ്പത്യ ജീവിതങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ സാമ്പത്തിക ബാധ്യതകളിലേക്ക്, കടക്കെണികളിലേക്ക്, തകർച്ചകളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിൽ കടന്നു ചെല്ലട്ടെ. ഈ നിമിഷത്തിൽ കടന്നു ചെല്ലട്ടെ. കടബാധ്യതകൾ വിട്ടുപോകട്ടെ. ദാരിദ്ര്യ കെട്ടുകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകട്ടെ. കർത്താവായ യേശുവേ, ഈ സമൂഹ
നാമത്തിൽ ഇപ്പോൾ അങ്ങയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിൽ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. അശുദ്ധിയുടെ കെട്ടുകൾ പൊട്ടട്ടെ. ആസക്തികളുടെ അടിമത്തങ്ങൾ വിട്ടുപോകട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. വിമോചനം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന് പൗരോഹിത്യ അധികാരത്തിൽ ദിവ്യകാരുണ്യ ശക്തിയിൽ ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അത്ഭുതകരമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ദുരാത്മാക്കൾ ദൈവമക്കളെ വിട്ടുപോകട്ടെ. കുടുംബങ്ങളെ വിട്ടുപോകട്ടെ. സമൂഹങ്ങളെ വിട്ടുപോകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം ലോകം മുഴുവനിലുമുള്ള ദൈവമക്കൾക്ക് നൽകുന്ന അത്ഭുത വിടുതലിനെ ഓർത്ത്, വിമോചനത്തെ ഓർത്ത്, സൗഖ്യത്തെ ഓർത്ത് സ്തുതിക്കുക. നിന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ, നൊമ്പരങ്ങളിൽ കർത്താവിന്റെ വചനം നിന്നോട് പറയുന്നു, നിന്റെ ഉള്ളിലുള്ള ദൈവാത്മാവിന്റെ കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കുക. സ്തുതിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവേ ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവം നൽകണമേ. പുത്തൻ പെന്തക്കോസ്തായ അനുഭവം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധദാസനാം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്താ. 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 കരങ്ങൾ കൂപ്പി പൂർണ്ണമായ നിശബ്ദതയിൽ ഈശോ നമ്മെ ആശീർവദിക്കും മുമ്പ് നിന്റെ എല്ലാ നിയോഗങ്ങളും വിശ്വസിച്ച് കർത്താവിന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യുക. വിശ്വസിച്ച് കർത്താവിന് വിട്ടുകൊടുക്കുക. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് പോയി സമുദ്രത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും. ദൈവാത്മാവിന്റെ അത്ഭുത ശക്തി, നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ തിരിച്ചറിയുക. യേശുവേ, നിന്റെ പക്കലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾ കേൾക്കണമേ. പരിശുദ്ധാത്മാവേ, അവാച്യമായ നെടുവീർപ്പുകളോടെ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങേ പോലെ മറ്റാ
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സന്തോഷത്തോടെ പാടാം. ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുകാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം. സ്നേഹത്തിൻ ബലിവേദിയിൽ ഗോതമ്പുമണി പോലെ പൊടിഞ്ഞൊന്നു ചേരാൻ ജീവിതം ബലിയാകുവാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം. സ്നേഹമുള്ളവരെ, നിനക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച ദൈവത്തോട് ചേർന്ന് നമ്മളും ഈ ജീവിത ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളും പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അർപ്പിച്ച ബലി അതേ തീഷ്ണതയോടും വിശുദ്ധിയോടും ശ്രദ്ധയോടും കൂടെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ബലി അർപ്പിക്കാം. ചിതറായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതം നിസ്തുലമഹിമാവാം. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ.
ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ശക്തിമഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപുരം നൽകിയ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പ്രതിഷ്ഠനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മഹോന്നതമ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരം ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വരാനിരിക്കുന്ന രാജാവ്. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൻ
നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 12 28 മുതൽ അധ്യായം 13 3 വരെയുള്ള വാക്യങ്ങൾ. മിശുഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം സഭയിൽ 1-ാമത് അപ്പസ്തോലന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പസ്തോലരോ? എല്ലാവരും പ്രവാചകരോ? എല്ലാവരും പ്രബോധകരോ? എല്ലാവരും അത്ഭുത പ്രവർത്തകരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ടോ? എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ, ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 7 മുതലുള്ള വചനങ്ങൾ.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനില്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചോടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവിന്റെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്റെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കരുണാതുരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമാജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. താതനുമതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാ
ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോം മായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാപ്പിട ഹൃദയത്തോടും വെടിപ്പോകട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠമായി നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസനയ്ക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ലോക സൃഷ്ടി പൂർത്തിയായി അങ്ങിലൂടവേ
മർത്യരക്ഷ നൽകുവാൻ പാവനാത്മന മർത്യരൂപമാർന്നികേ കന്യകാത്മജൻ. മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിൽ അന്നു വിധിയുമാ സകലരും സവിക്കും അന്ത്യവിധി വിധീനരാ. ഏകമാണു ധന്യമാണു പാവനം സഭ ശൈകിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊൽവു സാദരം ഞങ്ങളെ വരും. സർവശക്തനാകുമേകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെയും നാഥനായ ദൈവം ദൃഷ്ടികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രകീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണാതുരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ
ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിനാരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും അനുഷ്ഠിക്കുന്നു. ലോകത്തെയും അതിലെ സകലത്തെയും ഒരുപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യപ്രതിച്ഛായുമായ വചനമാകും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനുദ്ധീനായി ഉദ്ധരിക്കുവാൻ നിയമത്തിനുദ്ധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം
തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നിന്നോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിരതരുസന്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർപ്പാപ്പയ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനു വേണ്ടിയും ഞങ്ങളുടെ ഉപതാധ്യക്ഷനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസാത്മായ പ്രേക്ഷിതർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഞങ്ങൾക്കോരോരുത്തർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തെ മാതാവൈകനിക മറിയത്തിന്റെയും ദൈവമാന്മാക്കന്മാർ പാവന സ്മരണ അങ്ങയുടെ അപൂർണ്ണവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കു നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സിഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷയുടെ നിവർക്കും വിശുദ്ധ മാമോദീസയിൽ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
കർത്താവേളിയവരും ബലഹീനും ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിഫലം ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം.
ദ്വേഷം നീക്കാം ശത്രുത കൈവെടിയാം ആത്മാക്കൾ പാവനമാക്കിയിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ പ്രാർത്ഥനകളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല അവിശുദ്ധരോടും വിശ്വസിക്കുവാൻ തങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സ്നേഹത്തിലെപ്പോഴും നമ്മൾ ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കം വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാരംഭപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരേ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതയും സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും മലാക്കാരുടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമെതിരസിന് പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതയുടെയും കീർത്തനങ്ങൾ ആലപിക്കുവാനും ബലഹീന ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവും കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കേണ്ടത് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരം നിന്റെ കരുണാതുരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിനകമായ വിധം വർദ്ധിച്ച അവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും. അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികള അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമല്ലേ എന്നറിഞ്ഞുകൂടാ.
ആമേൻ.